ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഫാഷൻ ഡിസൈനിങ് കോഴ്സിലെ എംബ്രോയ്ഡറി ക്ലാസ് ആയിട്ടാണ് കേട്ടോ. 23ാമത്തെ ക്ലാസ്സാണ് ഇന്ന് നമ്മൾ എടുക്കാൻ വേണ്ടി പോകുന്നത്. ക്ലാസ്സിൻ്റെ നെയിം ഫ്ലൈ സ്റ്റിച്ച് എന്നാണ് കേട്ടോ. അപ്പോൾ അത് ഇങ്ങനെ ചെയ്യാൻ നോക്കാം. അതിനായിട്ട് ഇതാ സ്റ്റിച്ച് ബോർഡിൽ 3 ലൈൻ വരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അതിലിതാ ഫസ്റ്റത്തെ ലൈനിൽ വീഡിയോയിൽ കാണുന്നത് പോലെ ഞാൻ സൂചി മുകളിലേക്ക് കുത്തിയെടുത്തിട്ടുണ്ട്. അതിനുശേഷം അതിൻ്റെ നേർ താഴ്ഭാഗത്ത് 3ാമത്തെ ലൈനിൽ നമ്മൾ സൂചി കുത്തി ഇറക്കുകയാണ് കേട്ടോ. ഇറക്കിയിട്ട് അത് മുകളിലേക്ക് ഉയർത്തി കൊണ്ടുവരുന്നത് സെൻട്രൽ ലൈനിലൂടെയാണ് കേട്ടോ. വീഡിയോയിൽ കണ്ടാൽ എല്ലാവർക്കും മനസ്സിലാവും. അത് ആ സെൻട്രലത്തെ ലൈനിൽ കുറച്ച് ബാക്കിലോട്ടാണ് കേട്ടോ നമ്മൾ കുത്തിയിട്ട് മുകളിലേക്ക് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാ അവിടെ ഒരു ലോക്ക് പോലെ വന്നു. അവിടെ ഒരു വി ഷേപ്പ് നമുക്ക് കാണാൻ കഴിയും. ഇനി നമ്മൾ അതൊന്ന് ലോക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതായത് ആ സ്റ്റിച്ചിൻ്റെ അപ്പുറത്തായിട്ട് നമ്മൾ ഒരു സ്റ്റിച്ചും കൂടെ കൊടുക്കുക. അപ്പോൾ എല്ലാവർക്കും ഫ്ലൈ സ്റ്റിച്ച് മനസ്സിലായിട്ടുണ്ടാവും. നമുക്കൊന്നും കൂടെ ചെയ്ത് നോക്കാം. അതിനായിട്ട് ഇതാ ഫസ്റ്റത്തെ ലൈനിൽ നമ്മൾ സൂചി മുകളിലേക്ക് കുത്തിയെടുത്തതിന് ശേഷം അതിൻ്റെ നേർ താഴ്ഭാഗത്ത് 3ാമത്തെ ലൈനിൽ നമ്മൾ സൂചി കുത്തി ഇറക്കുകയാണ്. ആ കുത്തി ഇറക്കിയതിന് ശേഷം അത് സൂചി കുത്തി മുകളിലേക്ക് എടുക്കുന്നത് സെൻറ്ററത്തെ ലൈനിലാണ്. സെൻറ്ററിലത്തെ ലൈനിൽ സെയിം അതേ സ്ഥലത്തല്ല, കുറച്ച് ബാക്കിലോട്ടായിട്ടാണ് കേട്ടോ നമ്മൾ ഇതാക്കി എടുക്കുന്നത്, കുത്തിയിട്ട് മുകളിലേക്ക് എടുക്കുന്നത്. അപ്പോൾ അവിടെ ഒരു വി ഷേപ്പ് പോലെ നമുക്ക് കാണാൻ കഴിയും. അതാണ് ഫ്ലൈ സ്റ്റിച്ച് എന്നുള്ളത്. ഒരു എംബ്രോയ്ഡറി ത്രെഡിൽ 6 നൂലാണ് കേട്ടോ ഉണ്ടാവുക. 6 നൂല് കൂടിയതാണ് എംബ്രോയ്ഡറി ത്രെഡ് എന്നുള്ളത്. അപ്പോൾ ആ 6 നൂലും കൂടി വെച്ചിട്ട് ചെയ്യുന്നതാണ് ഈ ഫ്ലൈ സ്റ്റിച്ച് എന്നുള്ളത്. അതുപോലെ ഇത് 6 നൂല് വെച്ച് ചെയ്യുന്നതാണ്. ഇതൊരു ഫില്ലിങ് സ്റ്റിച്ചാണ്. ഇത് നമുക്ക് ഫ്ലവേഴ്സിലൊക്കെ ഇത് നമ്മളിങ്ങനെ ഗ്യാപ്പ് വിട്ട് ചെയ്യണോണ്ടാണ് ഇത് നമുക്കൊരു ഔട്ട്ലൈൻ സ്റ്റിച്ച് പോലെയാണല്ലോ തോന്നുന്നത്. പക്ഷെ ഇതിങ്ങനെയല്ല, അത് നമ്മൾ അടുത്തടുത്ത് ചെയ്യുമ്പോൾ ഇതൊരു ഫില്ലിങ് സ്റ്റിച്ച് പോലെ നമുക്ക് കിട്ടും കേട്ടോ. നല്ല ഭംഗിയുള്ളൊരു സ്റ്റിച്ചാണ്. ലീഫൊക്കെ ചെയ്താൽ നല്ല ഭംഗിയുണ്ടാവും. അതുപോലെ ഫ്ലവേഴ്സും ഇതെടുക്കാം. ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കൂടെ ചെയ്യാം. ഫ്രീ ഫാഷൻ ഡിസൈനിങ് കോഴ്സാണ് കേട്ടോ നമ്മൾ ഈ ചാനലിലൂടെ ഉദ്ദേശിക്കുന്നത്. ഫ്രീ ആയിട്ട് ഫാഷൻ ഡിസൈനിങ് പഠിക്കാൻ താല്പര്യമുള്ളവർക്കൊക്കെ പഠിക്കാൻ വേണ്ടി പറ്റുന്ന ഒരു അവസരമാണ്. ഒരുപാട് പേർക്ക് ഫാഷൻ ഡിസൈനിങ് പഠിക്കാൻ താല്പര്യം, അതുപോലെ സ്റ്റിച്ചിങ്, ആരി വർക്ക്, ബീഡ്സ് വർക്ക് ഇതൊക്കെ പഠിക്കാനുള്ള താല്പര്യം ഉണ്ടാവും. പക്ഷേ പല സാഹചര്യങ്ങൾ കൊണ്ടും പഠിക്കാൻ പറ്റാതെ വരലുണ്ട് കേട്ടോ. ഫാമിലി ഇഷ്യൂസ് ആവാം, അല്ലെങ്കിൽ ക്യാഷ് പ്രോബ്ലം ആവാം. അപ്പോൾ ഇത് അതിനായിട്ട് ഒരുക്കിയതാണ്. ഫ്രീ ആയിട്ട് ഫാഷൻ ഡിസൈനിങ് പഠിക്കാനുള്ളൊരു അവസരമായിട്ട് നിങ്ങൾ കാണുക. അതുപോലെ ഫാമിലിയിൽ ഒരുപാട് പേരുണ്ടാവുമല്ലോ അങ്ങനെ പഠിക്കണമെന്ന് താല്പര്യമുള്ളവർക്കൊക്കെ, അവർക്കൊക്കെ വീഡിയോസ് അയച്ചു കൊടുക്കുക. അങ്ങനെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക കേട്ടോ. നമ്മളിതിൽ ആദ്യം അപ്ലോഡ് ചെയ്യുന്നത് എംബ്രോയ്ഡറി ക്ലാസ്സാണ് കേട്ടോ. അപ്പോൾ ഇന്ന് 23ാമത്തെ ക്ലാസ്സാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എംബ്രോയ്ഡറി ക്ലാസ് കഴിയാനായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് സ്റ്റിച്ചിങ്ങും അതുപോലെ ആരി വർക്കും ബീഡ്സ് വർക്കും അതൊക്കെ നമുക്ക് ക്ലാസ്സായിട്ട് അപ്ലോഡ് ചെയ്യാം. അതിന് ഏത് ക്ലാസ്സാണ് ആദ്യം വേണ്ടത് എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യാം കേട്ടോ. ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്റ്റിച്ചിങ് മതിയെന്ന്. അപ്പോൾ കുറച്ച് പേര് പറഞ്ഞിരുന്നു നമുക്ക് ആരി വർക്കാണ് വേണ്ടത് എന്നൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് താല്പര്യം എന്നുണ്ടെങ്കിൽ നമുക്ക് അതിലൂടെ പോവാം. അല്ലാന്നുണ്ടെങ്കിൽ മിക്സ് ചെയ്തിട്ട് നമുക്ക് 2 ക്ലാസ്സും കൂടെ ആയിട്ട് അങ്ങനെയും ചെയ്യാം. അപ്പോൾ എല്ലാവരും എംബ്രോയ്ഡറി ക്ലാസ്സൊക്കെ ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കണു. നമുക്ക് വാട്സപ്പ് ഗ്രൂപ്പൊക്കെ ഉണ്ട് കേട്ടോ. ഫ്രീ ഫാഷൻ ഡിസൈനിങ് ഗ്രൂപ്പിൽ നമുക്കൊരു വാട്സപ്പ് ഗ്രൂപ്പും കൂടെ ഉണ്ട്. ആരെങ്കിലും വർക്ക് ചെയ്യാതെ പെൻഡിങ്ങിൽ വെക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യരുത് കേട്ടോ. ഓരോ സ്റ്റിച്ചും അപ്പം തന്നെ ചെയ്ത് പോയാലാണ് നമുക്കിത് കൃത്യമായിട്ട് ഫുള്ളാക്കാൻ വേണ്ടി പറ്റുള്ളൂ. നമ്മളൊപ്പം തന്നെ പോരും കേട്ടോ എല്ലാവരും. കുറച്ച് റിസ്ക് ഉണ്ടാവും. എന്ത് ചെയ്യുമ്പോഴും ആദ്യം ഭയങ്കര റിസ്ക് ആയിരിക്കും. ഇതിൽ കൂടെ നമുക്ക് സക്സസ് ആവാം കേട്ടോ. നമുക്ക് വീട്ടിൽ ഇരുന്നുകൊണ്ട് തന്നെ ഒരു വരുമാനം ഉണ്ടാക്കാനുള്ള ഒരു മാർഗ്ഗമാണ് ഈ ഫാഷൻ ഡിസൈനിങ് എന്നുള്ളതൊക്കെ. ആർക്കും പുറത്ത് പോകും ഇതാക്കൊന്നും വേണ്ട. നമ്മൾ സ്വന്തം വീട്ടിലിരുന്നിട്ട് തന്നെ നമുക്ക് വരുമാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കഴിയും കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് വീഡിയോ കണ്ടു നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇനി എങ്ങനെയാണ് ഒരു മോട്ടീഫിൽ നമുക്ക് ഈ ഫ്ലൈ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ നോക്കാം. അതിനായിട്ട് ഞാൻ 8 ഇഞ്ചിൻ്റെ ഫ്രെയിമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. പിന്നെ പോപ്പിളിൻ്റെ ക്ലോത്താണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് നമ്മളതിലൊരു പിക്ചർ വരച്ചിട്ട് നമുക്ക് ഇനി ഫ്ലൈ സ്റ്റിച്ച് സ്റ്റാർട്ട് ചെയ്യാം. ഇതിൽ നമ്മൾ 3 ലൈനൊന്നും വരച്ചിട്ടില്ല കേട്ടോ. ഒരു ലൈനുള്ളൂ വരച്ചിട്ടുള്ളത്. അപ്പോൾ അത് സെൻറ്റർ ലൈനായിട്ട് കണക്കാക്കിയിട്ട് നമുക്ക് 2 സൈഡൊന്നും കൂടെ എടുത്തിട്ട് അങ്ങനെ ചെയ്യാം. മോട്ടിഫിൽ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവാനും പിന്നീടൊന്നും എടുത്ത് നോക്കുമ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ സ്റ്റിച്ച് ബോർഡിൽ, മോട്ടിഫിലല്ല സ്റ്റിച്ച് ബോർഡിൽ അങ്ങനെ 3 ലൈൻ ഇട്ടിട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് മോട്ടിഫിൽ നമ്മൾ പിക്ചറിലാണല്ലോ ചെയ്യുക. അപ്പോൾ നമ്മൾ 3 ലൈനൊന്നും ഇടേണ്ട ആവശ്യമില്ല. നമുക്കിത് പെട്ടെന്ന് ചെയ്തെടുക്കാൻ വേണ്ടി കഴിയുന്നത് തന്നെയാണ്. നമ്മൾ സ്റ്റിച്ച് ബോർഡിൽ ഒരു ലൈൻ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മോട്ടിഫിൽ എങ്ങനെ ചെയ്യേണ്ടതെന്നുള്ള ഐഡിയ ഒക്കെ നമുക്ക് കിട്ടും. പിന്നെ അതുപോലെ പോപ്പിളിൻ്റെ ക്ലോത്താണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിൽ പിക്ചർ വരച്ചെടുക്കുക നമ്മൾ
ഒരു പ്രിൻറ്റഡ് ബുക്ക് ഉണ്ടാവുമല്ലോ, പിക്ചറിൻ്റെ ബുക്കുകൾ ഉണ്ടാവും. അപ്പോൾ അതിന് നമ്മൾ കാർബൺ പേപ്പർ വെച്ചിട്ടാണ് കേട്ടോ ട്രേസ് ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ കാർബൺ പേപ്പറും അതുപോലെ പ്രിൻറ്റിൻ്റെ ബുക്കൊക്കെ നമുക്ക് ബട്ടൺ ഹൗസ് പോലത്തെ ഷോപ്പുകളിലൊക്കെ നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ. നമുക്കിതാ ഈ ലൈനിലൂടെ നമുക്ക് ഫ്ലൈ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഞാനിത് അടിയിൽ നിന്ന് മുകളിലോട്ടാണ് കേട്ടോ ഫ്ലൈ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ കാണുമ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലാവുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഒരു ഈസി സ്റ്റിച്ച് തന്നെയാണ് കേട്ടോ. ഇത് നമുക്ക് കുറച്ചും കൂടെ അടുത്തായിട്ട് ചെയ്താൽ ഒരു ഫില്ലിങ് സ്റ്റിച്ച് രൂപത്തിൽ തന്നെ കിട്ടുമല്ലോ. ലീഫൊക്കെ ചെയ്യാൻ ഇങ്ങനെ ഒരു വി ഷേപ്പിൽ ഇങ്ങനെ കിടക്കും ലീഫ് ചെയ്താൽ. അപ്പോൾ നല്ല ഭംഗിയുള്ളൊരു സ്റ്റിച്ച് തന്നെയാണ്, എല്ലാവരും ചെയ്ത് നോക്കുക. പിന്നെ അതുപോലെ മോട്ടിഫിൽ ആദ്യം സ്റ്റിച്ച് ബോർഡിൽ എല്ലാവരും എല്ലാ സ്റ്റിച്ചും ചെയ്തെടുക്കണം കേട്ടോ. അതിനുശേഷം ഒരു പിക്ചർ പിൻട്രസ്റ്റ് പോലത്തെ ആപ്പുകളിൽ നമുക്ക് പിക്ചറുകളൊക്കെ കിട്ടും. അപ്പോൾ അതിനൊരു പിക്ചർ സെലക്ട് ചെയ്തിട്ട് നമുക്കത് വരച്ചിട്ട് അതിൽ ഇതേപോലെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. മോട്ടിഫിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതിന് ശേഷം നിങ്ങളെ ഡ്രസ്സുകളൊക്കെ ഉണ്ടാവില്ലേ, ഡ്രസ്സ് ബാഗ് അങ്ങനത്തെ ഒക്കെ ഉണ്ടാവില്ലേ, അപ്പോൾ അതിലൊക്കെ നിങ്ങൾ ഇതുപോലെ ഇങ്ങനെ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ പുതിയതിൽ നമ്മൾ ചെയ്യുമ്പോഴാണ് നമുക്ക് കുറച്ചും കൂടെ കോൺഫിഡൻസ് ആവുക. ആദ്യം നമ്മൾ മോട്ടിഫിലൊക്കെ ചെയ്ത് നോക്കിയിട്ട് ഒന്ന് പഠിക്കുക. എന്നിട്ട് നമ്മൾ ഇടുന്ന ഡ്രസ്സിൽ അതുപോലെ ബാഗുകളിൽ അങ്ങനത്തെ ഇതിലൊക്കെ നമ്മൾ ടവലിൽ അതിലൊക്കെ നമ്മൾ ചെയ്ത് നോക്കുക കേട്ടോ. ഈ എംബ്രോയിഡറി സ്റ്റിച്ചൊക്കെ നമ്മൾ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ കോൺഫിഡൻസ് ആയിട്ട് കിട്ടും. പുതിയ എംബ്രോയിഡറി സ്റ്റിച്ചുകളൊക്കെ പഠിക്കാൻ താല്പര്യം കൂടും. അപ്പോൾ ഇതിൽ 30ഓളം സ്റ്റിച്ച് പഠിപ്പിക്കാനാണ്, ബേസിക് ആയിട്ടുള്ള സ്റ്റിച്ചുകൾ പഠിപ്പിക്കാമെന്നാണ് വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിലും കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ എല്ലാവരും കമൻറ്റ് ചെയ്യുക കേട്ടോ. പിന്നെ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക കേട്ടോ. പിന്നെ അതേപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ ഇതിൻ്റെ അറ്റത്ത് എത്താനായിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളിത് അവസാനിപ്പിക്കുന്നത് ഒരു ഫ്രഞ്ച് നോട്ട് ഇട്ടിട്ടാണ്. അപ്പോൾ ഫ്രഞ്ച് നോട്ടിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ അതിന് മുന്നേ ചെയ്തിട്ടുണ്ട്. ഇതിന് മുന്നേ നമ്മളൊരു ബുള്ളറ്റ് നോട്ട് അതുപോലെ ഫ്രഞ്ച് നോട്ട് അതൊക്കെ ചെയ്തിട്ടുള്ളത്. അതൊക്കെ നല്ല ഭംഗിയുള്ള സ്റ്റിച്ചുകളാണ് കേട്ടോ. അപ്പോൾ അത് കാണാത്തവരൊക്കെ പോയിട്ട് കാണുക. ആദ്യം മുതലുള്ള എംബ്രോയിഡറി ക്ലാസ് 1, 2 അങ്ങനെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ 23ാമത്തെ ക്ലാസ്സാണെന്ന്. അപ്പോൾ അത് കാണാത്തവരൊക്കെ പോയിട്ട് കാണാം കേട്ടോ. ഇനി നമുക്കിതാ ഇതിൽ ഫുള്ളായിട്ട് നമുക്ക് ഈ സ്റ്റിച്ച് ചെയ്തെടുക്കാം. വീഡിയോ നമ്മൾ കുറച്ച് സ്പീഡാക്കിയിട്ടാണ് കാണിച്ചിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ എല്ലാത്തിലും നമ്മൾ ചെയ്യണമെന്ന് കാണിച്ചിട്ടില്ല.
ഇതിൽ ആ തണ്ടോൾക്കൊക്കെ കൊടുത്തിട്ടുള്ളത് ബാക്ക് സ്റ്റിച്ചും അതുപോലെ സെൻറ്ററിൽ നമ്മൾ ഫ്രഞ്ച് നോട്ട് ചെയ്തിട്ടുണ്ട്. ബാക്ക് സ്റ്റിച്ച് തന്നെയാണ് നമ്മൾ ലീഫിനൊക്കെ കൊടുത്തിട്ടുള്ളത് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക. ഇനി അടുത്ത വീഡിയോ ആയിട്ട് ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസങ്ങളായിട്ട് വരാം കേട്ടോ.